പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ സാലറി ചലഞ്ച് മുഖേന സമാഹരിച്ച തുക ഉൾപ്പെടെ 2683.18 കോടി രൂപ ലഭിച്ചു. അതിൽ 688.48 കോടി രൂപ ചെലവഴിച്ചെന്നും മുഖ്യമന്ത്രി. പ്രളയ ദുരിതവും പേറി പതിനായിരങ്ങൾ കഴിയുമ്പോൾ ബാക്കി 2000 കോടിയോളം രൂപ സർക്കാർ ഖജനാവിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇതിനു പുറമെ വീടുകളുടെ നാശനഷ്ടത്തിന് CMDRF-ൽ നിന്നും 1357.78 കോടി രൂപയും ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ലോകബാങ്കിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏജൻസികളുടെയും സൂചിക പ്രകാരം നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ 31,000 കോടി രൂപ മുതൽ മുടക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം രൂപീകരിച്ച സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 987.73 കോടി രൂപയാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ 586.04 കോടി രൂപ നാളിതുവരെ ചിലവായിട്ടുണ്ട്. നിലവിൽ 706.74 കോടി രൂപ കൂടി ലഭ്യമായാലേ ബാധ്യത തീർക്കാനാവുകയുള്ളൂ. ഇതിൽ കേന്ദ്ര സർക്കാരിന് തന്നെ റേഷൻ ഇനങ്ങളിലും രക്ഷാപ്രവർത്തനത്തിനായി വിമാനങ്ങൾ ഉപയോഗിച്ചതിനുമായി 290.74 കോടി രൂപ നൽകേണ്ടതുണ്ട്. SDRF-ലുള്ള തുക മുഴുവൻ വിനിയോഗിച്ചാലും ബാധ്യതപ്പെട്ട തുക മുഴുവൻ കൊടുത്തു തീർക്കാൻ നിലവിലുള്ള ഫണ്ട് പര്യാപ്തമല്ല. 31,000 കോടി രൂപയോളം പുനർനിർമ്മാണത്തിന് അനിവാര്യമായും വേണ്ടിവരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ലഭ്യമാകുന്നതിന് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ തേടിയെടുക്കുക എന്നതും പ്രധാനമാണ്. അതിന് ജനങ്ങളുടെ ആകെ സഹായം വേണം. നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 31,000 കോടി രൂപ പുനർനിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്നാണ് UN ഏജൻസികളുടെ കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. ഈ പണം സ്വരൂപിക്കുക എളുപ്പമല്ല. അതിനുവേണ്ടി വിവിധ തരത്തിലുള്ള വിഭവ സമാഹരണ രീതികൾ ആവിഷ്കരിക്കേണ്ടി വരും. വിഭവ സമാഹരണത്തിന്റെ മാർഗങ്ങളിൽ ഒന്നാണ് ക്രൗഡ് ഫണ്ടിംഗ്. ഒരു പ്രത്യേക ആവശ്യം കണ്ടെത്തുകയും അതിന് ആവശ്യമായ ഫണ്ടിംഗ് ഒരു പ്രത്യേക വ്യക്തികളോ സ്ഥാപനങ്ങളോ ഗ്രൂപ്പുകളോ നിർവഹിക്കുന്ന രീതിയാണ് ക്രൗഡ് ഫണ്ടിംഗ്. ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോം നിയതമായ പദ്ധതികൾക്ക് ആവശ്യമായ ധനസമാഹരണം ചെറിയ തുക മുതൽ വലിയ സംഭാവന വരെ സമാഹരിക്കുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തിഗത ഭവനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ എന്നിവയുടെ പുനർനിർമ്മാണത്തിനും മൃഗസംരക്ഷണ മേഖലയിലുണ്ടായ നഷ്ടം നികത്തുന്നതിനാവശ്യമായ പദ്ധതികളുടെ വിശദാംശങ്ങളും ഇപ്പോൾ തന്നെ പോർട്ടലിൽ ലഭ്യമാണ്. ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.